ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ഇസഡ് ഗെയിമർ ടച്ച്. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഓപ്പോ K13 വേഴ്സസ് മോട്ടോറോള G64 കമ്പാരിസൺ. ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ കാരണം നമ്മൾ സബ്സ്ക്രൈബറാണ്. ഇന്നലെ കമൻറ്റിലൂടെ ചോദിച്ചിരുന്നു, ഞാൻ ഓപ്പോ K13 ഒരു വീഡിയോ ഇട്ടിരുന്നു, കാണാത്തവർക്ക് കാണുക. അപ്പോൾ ഞാൻ ഇട്ട സമയത്ത് എൻ്റെ സബ്സ്ക്രൈബർ ചോദിച്ചതാണ്, ഇതിൽ ഓപ്പോ ആണോ ഏറ്റവും ബെറ്റർ, മോട്ടോറോള G64 എന്ന ഫോണാണോ ബെറ്റർ എന്നുള്ളത്. ആ വീഡിയോ ആയിട്ടാണ് ഞാൻ അന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ബ്രോയാണ് നമ്മളോട് ചോദിച്ചത്, കാണാത്തൊരു വീഡിയോ കയറി കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ആദ്യമായി തന്നെ ഈ ഫോണുകളുടെ റിലീസ് ഡേറ്റ് നോക്കാം. ഓപ്പോ വരുന്നത് 2025 ഏപ്രിൽ 25-നാണ്. അതേ സ്ഥാനത്ത് മോട്ടോ വരുന്നത് 2024 ഏപ്രിൽ 23-നാണ്. രണ്ടും തമ്മിൽ ഒരു വർഷത്തെ ഗ്യാപ്പാണ് റിലീസായിട്ടുള്ളതിലുള്ളത്. ഇനി നമുക്ക് രണ്ടിൻ്റെയും ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ രണ്ടും മിഡ് റേഞ്ച് ചിപ്സെറ്റാണ്. സ്നാപ്ഡ്രാഗൺ 6 Gen 4 ആണ് ഓപ്പോയിൽ വരുന്നതെങ്കിൽ MediaTek Dimensity 7025 എന്ന ചിപ്സെറ്റാണ് നമ്മളുടെ മോട്ടോയിൽ വരുന്നത്. ചിപ്സെറ്റ് ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ചിപ്സെറ്റ് വരുന്നതിന് സ്നാപ്ഡ്രാഗൻ്റെയാണ്. അതുകൊണ്ട് തന്നെ സ്നാപ്ഡ്രാഗൺ 6 Gen 4 കുറച്ചുകൂടി പെർഫോമൻസ് നൽകുന്നുണ്ട്. 8GB റാമാണ് ഓപ്പോയിൽ വരുന്നതെങ്കിൽ മോട്ടോയിൽ വരുന്നത് 8GB റാം പ്ലസ് വെർച്വൽ റാം 8GB വെച്ചിട്ട് നിങ്ങൾക്ക് 228GB സ്റ്റോറേജും അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കും എത്താൻ വേണ്ടി പറ്റും. അതേ സ്ഥാനത്ത് 8GB റാം പ്ലസ് 128GB അല്ലെങ്കിൽ 12GB റാം പ്ലസ് അല്ലെങ്കിൽ 8GB റാം പ്ലസ് അങ്ങനെയാണ് സ്റ്റോറേജ് വേരിയൻ്റ് വരുന്നത്. അതായത് മോട്ടോയിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്റ്റോറേജ് വേരിയൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ പ്രൈസ് റേഞ്ച് പല വ്യത്യാസത്തിലും കിട്ടും. നിങ്ങൾക്ക് ചിലപ്പോൾ കൂടുതൽ കൊടുത്താൽ നല്ലത് കിട്ടും, കുറച്ച് കുറവ് കൊടുത്താൽ നിങ്ങൾക്ക് കുറച്ച് സ്റ്റോറേജ് ഉള്ളത് കിട്ടും. അത് യുവർ ചോയ്സ്. എനിക്ക് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഓപ്പോയുടെ ഭാഗത്തേക്ക് തന്നെയാണ് ഞാൻ പോകുന്നത്. ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റും വരുന്നുണ്ട്. അതായത് ഓപ്പോയുടെ കാര്യമാണ് പറയുന്നത്. ഇനി നമുക്ക് മോട്ടോയുടെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ 6.5 ഇഞ്ചിൻ്റെ LCD പാനലാണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റും ഫുൾ HD സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേയുടെ സൈസ് കൊണ്ടും AMOLED ഡിസ്പ്ലേ ആണ് എന്നുള്ള ഒരു മേന്മ കൊണ്ടും 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് കൊണ്ടും മുന്നിൽ നിൽക്കുന്നത് ഓപ്പോയാണ്. കാരണം നല്ല ഡിസ്പ്ലേ ആണ് AMOLED ഡിസ്പ്ലേ എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് AMOLED ഡിസ്പ്ലേയുടെ ഭാഗത്തേക്ക് ഞാൻ പോയത്. ഓപ്പോയാണ് ഇവിടെയും സ്കോർ ചെയ്യുന്നത്. റിയർ ക്യാമറയുടെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ 50 MP വൈഡ് ആംഗിൾ പ്രൈമറി ക്യാമറയാണ് ഓപ്പോയിൽ വരുന്നത്. 2 MP മോണോ ക്യാമറയാണ് വരുന്നത്. ഇനി നമുക്ക് മോട്ടോയുടെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ 50 MP OS പ്ലസ് 8 MP ക്യാമറ, അതായത് 2 ക്യാമറ. 50 MP വൈഡ് ആംഗിൾ പ്രൈമറി ക്യാമറ വരുന്നത്